രണ്ട് മരുമക്കളെ രണ്ട് രീതിയിൽ കാണുന്ന അമ്മായിമ്മ, ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും ഭാര്യമാരെ രണ്ട് തരത്തിലാണ് അമ്മായിമ്മ കൈകാര്യം ചെയ്യുന്നത്. അനിയൻ്റെ ഭാര്യ ഒരല്പം സാമ്പത്തികമായിട്ട് മോശമില്ലാത്ത തരത്തിലുള്ള ഒരു ഫാമിലിയാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് അത്ര അങ്ങോട്ട് പോരാ. ഇതേപോലെയാണ് ജ്യേഷ്ഠാനുജന്മാരും. ഒരു കൗൺസിലിംഗ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു. പല വീടുകളിലും ഇത്തരത്തിലുള്ള അവസ്ഥകളുള്ളവർ ഉണ്ടാവാറുണ്ട്. ഈ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ അനിയൻ്റെ ഭാര്യ പഠിക്കാൻ പോവാണ്. വീട്ടിലെല്ലാ ജോലികളും ബാക്കിയുള്ള എല്ലാ ഭാരങ്ങളും ജ്യേഷ്ഠൻ്റെ ഭാര്യക്കാണ് ഇതൊക്കെ കിട്ടുക. മാത്രമല്ല ഈ അനിയൻ്റെ കൂടെയാണ് ഇനി ഉമ്മയും ഉപ്പയൊക്കെ നിൽക്കാനുള്ളത്. ജ്യേഷ്ഠൻ വേറെ പോകുമല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ അമ്മായിയമ്മ ഇങ്ങനെയുള്ളൊരു പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ജ്യേഷ്ഠനാണെങ്കിൽ വേറെ പോകാൻ പറയുമ്പോൾ കേൾക്കുന്നില്ല. പറയാണ് കൂട്ടുകുടുംബത്തോടൊപ്പം നിൽക്കുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. സംഗതിയൊക്കെ ശരിയാണ്. കൂട്ടുകുടുംബത്തോടൊപ്പം നിൽക്കുന്ന സുഖം വളരെ നല്ല സുഖം തന്നെയാണ്. അവിടെ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അച്ഛനെയും അമ്മയെയും ഒന്നും വെറുപ്പിക്കാതെ, അവരോടൊന്നും പിണങ്ങാതെ, ഭാര്യയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു സന്തോഷം, സമാധാനം അത് വേറെ തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾ ഈ കൂട്ടുകുടുംബത്തിലെ അള്ളിപ്പിടിച്ചിരിക്കുമ്പം നിങ്ങൾക്കുള്ളിലെ ജീവിതം ഇല്ലാതാവാനും അത് കാരണമാകും. ചിലയിടങ്ങളിലൊക്കെ ഒന്ന് കണ്ണകന്നാൽ ബന്ധങ്ങൾ ശക്തമാകാനും അത് കാരണമാകും.